ഓം അമൃതേശ്വരി നമഃ. സമുദ്രലംഘനം, മാർഗവിഘ്നം. ഉണ്ണി എന്താന്ന് നേരത്തെ കഥയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായിട്ടോ. ഹനുമാനെ കുറിച്ച് കേൾക്കാനുള്ള ഉത്സാഹം കണ്ടില്ലേ മാളു? എന്നാ കേട്ടോളൂ ഉണ്ണി. 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ. ആ സമുദ്രം കടക്കാനുള്ള കരുത്ത് കിട്ടാൻ വേണ്ടി ഹനുമാൻ എന്താ ചെയ്ത്? ശ്രീരാമദേവനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് മറ്റു വാനരന്മാരെ നോക്കി പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ കൃപ കൊണ്ട് പിതാവായ വായുദേവനെ പോലെ ആകാശത്തിലൂടെ രാമബാണം പോലെ അതിവേഗം പറന്നു എന്ന് ലങ്കയിലെത്തും. സീതാമാതാവിനെ ദർശിക്കും. ഇന്ന് തന്നെ മടങ്ങി വന്ന് ഭഗവാനോട് വിവരം പറയും. എന്തൊരു നിഷ്ഠാദാഠ്യാണ് ഹനുമാന്. ഭഗവാനായ ശ്രീരാമദേവനെ ഗുരുവായി സങ്കല്പിച്ചാൽ സാധിക്കാത്തത് എന്താണല്ലോ ഉണ്ണി. ഈ പ്രപഞ്ചത്തിൽ ഹനുമാന്റെ മുഖം തിളങ്ങി. ശ്രീരാമചന്ദ്രൻ സദാ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതിബന്ധവും നേരിടേണ്ടി വരില്ല. ഹനുമാൻ എന്നിട്ട് എന്താ ചെയ്തത്? വാല് നല്ലോണം അങ്ങോട്ട് ഉയർത്തി, കൈകൾ പരത്തി പിടിച്ചു, കഴുത്ത് നിവർത്തി പിടിച്ചിട്ട് കാലുകൾ അല്പം വളച്ച് മേപ്പെട്ട് നോക്കി. എന്നിട്ടോ ലങ്കയെ ലക്ഷ്യമാക്കി ഒരൊറ്റ കുതിപ്പ. ഒരു ഗരുഡനെ പോലെ അതിവേഗത്തിൽ ഉയർന്ന് ആകാശത്തിൽ മറയണമെന്ന് നോക്കി. മറ്റു വാനരന്മാരൊക്കെ അങ്ങനെ നിന്നു. എന്താ ഉണ്ണിയുടെ ഒരു സന്തോഷം! ഹനുമാന്റെ ഒപ്പം ചാടണമെന്നുണ്ട് അല്ലേ? ആകാശത്തിലൂടെ ഇത്ര വേഗത്തിൽ ഹനുമാൻ പോണ കണ്ടപ്പോ ദേവന്മാർക്ക് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണം തോന്നി. പരീക്ഷിക്കോ? അതെങ്ങനെയാ? നാഗമാതാവായ സുരസിയില്ലേ, അവരെ ഹനുമാന്റെ വഴി തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഹനുമാന്റെ ബലവും ശക്തിയും ഒക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ അലറിക്കൊണ്ട് അവൾ ഹനുമാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹനുമാനുണ്ടോ കുലുങ്ങണു? അവൾ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ വാനര, ഒരു ഭയമില്ലാതെ ഇതിലെ പോണവരെ പിടിച്ചു നിന്ന് ജീവിക്കുന്നവളാ ഞാൻ. സമയം കളയാതെ നീ വേഗം എൻ്റെ വായ്ക്കുള്ളിലേക്ക് കടന്നോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇത് കേട്ടപ്പോൾ വിനയത്തോടെ ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ കൽപ്പന പ്രകാരം സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് ലങ്കയിലേക്കാണ് പോണത്. സീതാദേവിയെ കണ്ടിട്ട് ഞാൻ ഉടനെ മടങ്ങി വരാം. ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് വിവരം പറയേണ്ട ആ ചുമതലയും കൂടി എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ വരാം ദേവിയുടെ അടുത്തേക്ക്. പക്ഷെ സുരസ വിടുവോ? ഹേ വാനര, എനിക്ക് നല്ലോണം വിശപ്പുണ്ട്, ദാഹമുണ്ട്, സഹിക്കാൻ പറ്റണില്ല. എന്നാ വായി വളർന്നോളൂ എന്നും പറഞ്ഞ് ഹനുമാൻ ശരീരം കിട്ട് വലുതാക്കി. അത് കണ്ടപ്പോൾ സുരസ 5 യോജന വലുപ്പത്തിൽ വായ പൊളിച്ചു. ഹനുമാൻ ശരീരത്തിൻ്റെ വലിപ്പം എത്രത്തോളം കൂട്ടിയോ സുരസ അവളുടെ വായും വലുതാക്കി കൊണ്ടിരുന്നു. അങ്ങനെ 50 യോജനയായിട്ട് മാറി സുരസയുടെ വായ. അപ്പം ഹനുമാൻ എന്താ ചെയ്തത്? പെട്ടെന്ന് തൻ്റെ ശരീരം ഒരു പെരുവിരലിൻ്റെ വലുപ്പത്തിലാക്കി അവളുടെ വായുടെ ഉള്ളിലേക്കാണ്ട് കിടന്നു. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ദേവി, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. സുരസയ്ക്ക് സന്തോഷമായി. അവൾ പറയാണ്, വായുപുത്ര, നിന്റെ ബലം പരീക്ഷിക്കാൻ വേണ്ടി ദേവന്മാരെന്നെ പറഞ്ഞയച്ചതാ. നിനക്ക് ജയം ഉണ്ടാവും. വേഗം ചെന്നോളൂ. സീതാദേവിയെയും കണ്ട് ശ്രീരാമദേവനെ വിവരം അറിയിക്കൂ. ഈശ്വര സാന്നിധ്യം ഇല്ലാതെ ഇത്തരം പരീക്ഷണങ്ങളൊന്നും തരണം ചെയ്യാൻ പറ്റില്ല. തീർച്ചയാണ്. അതിനല്ലേ ഹനുമാന്റെ ചുണ്ടിൽ രാമനാമാണ്, ഹൃദയത്തിൽ രാമരൂപാണ്, കയ്യിലോ ശ്രീരാമദേവൻ സീതാദേവിക്ക് അടയാളമായിട്ട് കൊടുത്തയച്ച മുദ്രാങ്കുലിയും. പിന്നെ ഇങ്ങനെ ശക്തി ഉണ്ടാവാണ്ടിരിക്കുക? അതുപോലെ ആവണം ഉണ്ണി നമ്മളും. നാവിലെപ്പോഴും ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി, ഗുരുരൂപം മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥിച്ച് ചെയ്യണ കർമ്മങ്ങളൊക്കെയും ഈശ്വര പൂജയായിട്ട് മാറും. അല്ലാതെ ഞാനാണിതൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്യുമ്പോഴാണ് അഹങ്കാരം പിടികൂടി നമ്മളെ വീണ്ടും വീണ്ടും കർമ്മത്തിൻ്റെ കുടുക്കിൽപ്പെടുത്തണത്. അമ്മ പറയാറില്ലേ, കർമ്മങ്ങൾ ഈശ്വര പൂജയായിട്ട് ചെയ്യുക. ഫലങ്ങൾ എന്തായാലും സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ പ്രസാദമായിട്ട് സ്വീകരിക്കാൻ പഠിക്കുക. എങ്കിൽ പ്രതിസന്ധികളിലൊന്നും തളരേണ്ടി വരില്ല. ഈ കഥയ്ക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠങ്ങളാണ് ഇതൊക്കെ തരുന്നത്. ഹനുമാൻ അങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ സമുദ്രം മൈനാക പർവ്വതത്തിനോട് പറയേണ്ടായി, ഹനുമാൻ ഈ വഴിക്ക് വരും കേട്ടോ. മൈനാകം, നീ ഒരു കാര്യം ചെയ്യേ, ഹനുമാന് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം. ഇത് കേട്ടത് മൈനാകം അങ്ങനെ സമുദ്രത്തിൽ അങ്ങോട്ട് ഉയർന്നു നിന്നു. ഹനുമാൻ അടുത്തെത്തിയപ്പോൾ മൈനാകം പറഞ്ഞു, ഹനുമാനെ, അല്പസമയം ഇവിടെ വിശ്രമിച്ചോളൂ. സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഫലമൂലങ്ങൾ ഭക്ഷിച്ച് തേനും കുടിച്ച ശേഷം
അങ്ങയുടെ യാത്ര തുടർന്നോളൂ. ഹനുമാനുണ്ടോ നിൽക്കണു? ഹനുമാൻ പറഞ്ഞു, ഒന്നും വേണ്ട, രാമകാര്യത്തിനായിട്ടാണ് ഞാൻ പോണത്. ഭക്ഷണത്തിനോ വിശ്രമത്തിനോ ഒന്നിനും ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. മൈനാകത്തെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് ഹനുമാൻ സമാധാനിപ്പിച്ചു. വിഷമിക്കണ്ട, ഞാൻ ഈ സൽക്കാരം സ്വീകരിച്ചതായിട്ട് കരുതിക്കോളൂ. ഇതാണ് ഉണ്ണി ഗുരുവിനോടുള്ള പ്രതിബദ്ധത. മാർഗത്തിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും ലക്ഷ്യം നേടാനുള്ള പ്രയത്നത്തിൽ ഈ ധൈര്യവും ആത്മവിശ്വാസവും അതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അമ്മ പറയാറില്ലേ ആത്മകൃപയെക്കുറിച്ച്? ഗുരു എന്ത് സങ്കല്പിച്ചാലും എനിക്കത് ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം, ഗുരുവിലുള്ള പൂർണ്ണ സമർപ്പണം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിയും. ഈ ആത്മകൃപ നേടിയാലോ ഈശ്വരകൃപയും ഗുരുകൃപയും ശാസ്ത്രകൃപയും ഒക്കെ ഒഴുകിയെത്തും. ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഗുരുപാദ പത്മങ്ങളെ തന്നെയാണ്. ഹനുമാൻ അങ്ങനെ വീണ്ടും യാത്ര തുറന്നപ്പോഴുണ്ട് മുമ്പിൽ വേറൊരു തടസ്സം. ഹനുമാനെ മുടക്കാൻ ഇപ്പൊ വേറെ ഏത് തടസ്സം വന്നിരിക്കണേ? സമുദ്രത്തിലൊരു രാക്ഷസി ഉണ്ടായിരുന്നു. സിംഹിക എന്ന അവളുടെ പേര്. നിഴല് നോക്കി ജീവികളെ വീഴ്ത്തും, അതാ അവളുടെ വിനോദം. ഹനുമാന്റെ നിഴലിനെ പിടിച്ചു നിർത്തി, മാർഗത്തിൽ വിഘ്നം ഉണ്ടാക്കി. ആ തടിച്ച രാക്ഷസി എന്ത് ചെയ്തു എന്നറിയോ? ഹനുമാൻ കാലുകൊണ്ടൊരൊറ്റ ചവിട്ട്, അതാ കിടന്നു. രാക്ഷസിയുടെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ രാക്ഷസിയും കൊന്നു. രാക്ഷസിയെ കൊന്ന ശേഷം ഹനുമാൻ യാത്ര ചെയ്ത് ഇപ്പം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, സന്ധ്യയായിരിക്കണം. അപ്പോഴാണ് ലങ്കയുടെ ഗോപുരത്തിൻ്റെ മുകളിലെത്തി. ഹനുമാൻ ഇങ്ങനെ അവിടെ നിന്ന് നാലുപാടും നോക്കി. എന്താ ഒരു ഭംഗി! ഹനുമാനിനെ അതിശയായി ലങ്ക കണ്ടപ്പോൾ. ലങ്കയുടെ ഭംഗി കണ്ടപ്പോൾ ത്രികൂടപർവ്വത്തിൻ്റെ മുകളിൽ സ്വർണം പോലെ ഇല്ലേ ലങ്ക ശോഭിക്കുന്നത്? സ്വർണ്ണ മതിലുകൾ, വലിയ വലിയ കിടങ്ങുകൾ, അവിടേക്ക് കടക്കാൻ തന്നെ പ്രയാസമാണ്. ഹനുമാനിനെ അങ്ങനെ തോന്നണമെങ്കിൽ എത്ര വലിയ കിടങ്ങായിരിക്കും അത്. പക്ഷേ ശ്രീരാമപാദങ്ങളെ കണ്ണടച്ച് ധ്യാനിച്ചു ഹനുമാൻ. രാത്രി ആവട്ടെ അകത്തേക്ക് കയറാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ രാത്രിയായപ്പോൾ ശരീരം കടുകുമണിയോളം ചെറുതാക്കിയിട്ട് ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയതും അവിടെയും തടസ്സം. ഇപ്പോൾ ആരാ തടഞ്ഞത് ഹനുമാനെ? കോട്ടയ്ക്ക് ലങ്കയുടെ കോട്ടയുടെ പുറത്ത്, ആ കോട്ടയുടെ പുറത്ത് കാവക്കാരുണ്ടാവില്ലേ, സെക്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു രാക്ഷസിയുടെ രൂപത്തിൽ അലറി വരിക ലങ്കാലക്ഷ്മി. ഹനുമാനോട് അവൾ പറഞ്ഞു, ഹേ മൂഢ, എൻ്റെ അനുവാദമില്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നിനക്ക് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരൊറ്റ അടി കൊണ്ട് വെച്ചു കൊടുത്തു. ഹനുമാൻ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലേ? പിന്നില്ലേ, ദേഷ്യം വന്ന ഹനുമാൻ ഏട്ടത്തെ കൈയുടെ മുഷ്ടി ചുട്ടി നല്ലൊരെണ്ണം ലങ്കാലക്ഷ്മി കൊടുത്തു. അതാ കിടക്കണു ചോരയും ഛർദ്ദിച്ചുകൊണ്ട് ലങ്കാലക്ഷ്മി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയോ അവൾ എണീറ്റിട്ട് പറഞ്ഞു, എത്ര യുഗങ്ങളായെന്നറിയോ ഞാൻ ഈ നഗരത്തിന് കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ത്രേതായുഗത്തിലെ സീതാന്വേഷണത്തിന് വേണ്ടി എത്തുന്ന ശ്രീരാമദൂതനായിട്ടുള്ള ഹനുമാന്റെ കൈകൊണ്ട് പ്രഹരം കിട്ടണ ആ നിമിഷത്തിൽ നിനക്ക് ശാപമോക്ഷം കിട്ടുന്ന ബ്രഹ്മാവ് പറഞ്ഞത്. ഹനുമാൻ നന്ദി പറയണം കേട്ടോ ലങ്കാലക്ഷ്മി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദാസ്യം കഴിഞ്ഞു ഹനുമാനെ, ഇനി ഞാൻ ലങ്ക വിട്ടു പോവുകയാണ്. ഹനുമാനെ, ലങ്കയ്ക്കകത്ത് അശോകവനിക എന്ന് പറഞ്ഞൊരു ഉദ്യാനമുണ്ട്. അതിൽ ശിംശിബ വൃക്ഷം ഉണ്ട്. അതിൻ്റെ ചോട്ടിലാണ് സീതാദേവി ഇരിക്കുന്നത്. ചുറ്റും രാക്ഷസികളൊക്കെ കാവൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. വേഗത്തിൽ ചെന്ന് കണ്ട് തിരികെ പോയിട്ട് ഭഗവാനെ വിവരം ധരിപ്പിക്കൂ എന്ന് പറഞ്ഞ് നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്നും പറഞ്ഞ് ലങ്കാലക്ഷ്മി അങ്ങനെ പറഞ്ഞു. ഉണ്ണിക്കുട്ടാ, ഇവിടെ വാ, നിനക്കൊരു ഉമ്മ തരട്ടെ. എത്ര താല്പര്യത്തോടെയാണ് നീ കഥ കേട്ടത്. ഇനി നാളെ സീതാദർശനത്തെക്കുറിച്ച് പറഞ്ഞു തരാട്ടോ. ശരി മുത്തശ്ശി, എനിക്ക് ഇഷ്ടമായി ഹനുമാന്റെ സാഹസികൃത്യങ്ങളൊക്കെ.